ആമസോണിന് പുറത്തും ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് ആമസോൺ ത്രൂ ഈസി ആയിട്ട് ഓൺലൈൻ ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കുന്ന പ്രോഗ്രാമാണ് MCF എന്ന് പറയുന്നത്. അതായത് മൾട്ടി ചാനൽ ഫുൾഫിൽമെൻറ്റ് എന്നുള്ളത്. MCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിൻ്റെ ഒരു സർവീസാണ്. ഇതിൽ ആമസോൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രൊഡക്ട്സ് FBA വെയർഹൗസിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് എപ്പോഴാണോ നിങ്ങൾക്കൊരു ഓർഡർ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് അവരത് കസ്റ്റമേഴ്സിന് അയക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ ഓർഡേഴ്സ് മാത്രമല്ല, നിങ്ങൾക്ക് മറ്റ് ഓൺലൈൻ സെയിൽസിൻ്റെ ഓർഡേഴ്സ് കൂടെ ഇത്തരത്തിൽ അയക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഷോപ്പിഫൈയിൽ വെബ്സൈറ്റ് ഉണ്ട്, അപ്പോൾ അതിൽ കിട്ടുന്ന ഓർഡേഴ്സ് നിങ്ങൾക്ക് ആമസോൺ ഡയറക്റ്റ്ലി വെയർഹൗസിൽ നിന്ന് ആ ഓർഡർ ഫുൾഫിൽ ചെയ്യും. അതുപോലെ നിങ്ങളുടെ ഓൺ വെബ്സൈറ്റിലെ ഓർഡേഴ്സ് നിങ്ങൾക്ക് ആമസോണിൻ്റെ വെയർഹൗസിൽ നിന്ന് ഡയറക്റ്റ് ഓർഡേഴ്സ് പോകുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെല് ചെയ്യാം. ഓർഡർ ഫുൾഫിൽമെൻറ്റ് ഈ ഒരു ആമസോൺ FBA ത്രൂ നടക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് റിലയബിൾ ആയിട്ടുള്ള ഡെലിവറി ആയിരിക്കും. അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു 3 to 5 ഡേയ്സിൽ ഓർഡർ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ഇല്ല എക്സ്പെഡിറ്റഡ് ഓർഡേഴ്സ് ആയിട്ട് ഒരു 2 to 4 ഡേയ്സിൽ ഓർഡർ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അതുപോലെ പ്രയോറിറ്റി ബേസിസിൽ 1 to 2 ഡേയ്സിലെ ഷിപ്പിംഗ് ഓപ്ഷൻസും നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. നാഷണൽ വൈഡ് ഡെലിവറി കവറേജ് ഉണ്ട്. അതായത് ഇന്ത്യയിലെ എല്ലാ പിൻകോഡിലേക്കും ഓൾമോസ്റ്റ് എല്ലാ പിൻകോഡിലേക്കും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഓർഡേഴ്സ്. ഇങ്ങനെ ഒരു ഭാഗത്ത് മാത്രം, ഒരു വെയർഹൗസിൽ മാത്രം നിങ്ങളുടെ പ്രൊഡക്ട്സ് വെച്ചിട്ട് അവിടുന്ന് സെല് ചെയ്യാന്നുള്ളൊരു രീതി വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇൻവെൻട്രി മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരൊറ്റ സ്ഥലത്ത് നിങ്ങളുടെ ഇൻവെൻട്രി കംപ്ലീറ്റ് സ്റ്റോക്ക് ചെയ്യുക. പിന്നീടുള്ള എല്ലാ ഓൺലൈൻ ഓർഡേഴ്സും ഈ ഒരു MCF വഴി ഫുൾഫിൽ ആവുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ആമസോണിൻ്റെ പാക്കേജിങ് വേണോ വേണ്ടയോ എന്നുള്ളത്. ആമസോൺ ബ്രാൻഡഡ് പാക്കേജിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രാൻഡഡ് പാക്കേജിങ് ഓപ്ഷനിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ അൺബ്രാൻഡഡ് പാക്കേജിങ് ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓർഡർ ആമസോണിൻ്റെ ബ്രാൻഡിങ്ങോട് കൂടി വരുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു സംശയം നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റിയെന്ന് വിചാരിക്കണം. ഓർഡർ നിങ്ങൾ ഡിസ്പാച്ച് ചെയ്യുന്നത് മുതൽ അത് ഫുൾഫിൽ ആവുന്നത് വരെയുള്ള കംപ്ലീറ്റ് ട്രാക്കിംഗ് പരിപാടികൾ വളരെ ഈസി ആയിട്ട് കസ്റ്റമേഴ്സിന് ചെയ്യാൻ വേണ്ടി സാധിക്കും ആമസോണിൻ്റെ ഈ ഒരു MCF ഓപ്ഷൻ ഉപയോഗിച്ചിട്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു MCF വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ആദ്യം തന്നെ ആമസോണിൻ്റെ ഫുൾഫിൽമെൻറ്റ് സെൻറ്ററിലേക്ക് പ്രൊഡക്ട്സ് അയയ്ക്കുക. അങ്ങനെ ആ ഒരു ഇൻവെൻട്രി ആമസോൺ റിസീവ് ചെയ്യും. അതിനുശേഷം അവരത് അവരുടെ വെയർഹൗസിൽ സ്റ്റോർ ചെയ്യും. കസ്റ്റമേഴ്സ് നിങ്ങളുടെ പ്രൊഡക്ട്സ് വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെയിൽസ് ചാനലിലൂടെ ഓർഡർ ചെയ്യുന്ന സമയത്ത് ആമസോൺ തന്നെ അത് പാക്ക് ചെയ്ത് ഷിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻവോയ്സ് അടക്കം ആമസോൺ തന്നെ അത് ഡെലിവറി ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ആമസോൺ വെയർഹൗസിൽ വയ്ക്കാനുള്ള ഫോർമാലിറ്റീസാണ് നമ്മളിവിടെ ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ നിലവിൽ കേരളത്തിൽ FBA സെൻറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ ഏത് സ്റ്റേറ്റിലാണോ FBA സെൻറ്ററിൽ നിങ്ങൾ വെക്കാൻ താല്പര്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിലെ GST ആദ്യം എടുക്കണം. അതിനുശേഷം ഏത് വെയർഹൗസ് അഡ്രസ്സാണ് ആമസോൺ FBAയുടെ ഏത് വെയർഹൗസിലാണ് നിങ്ങൾ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അഡ്രസ്സ് നിങ്ങളുടെ APOB അതായത് അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ആയിട്ട് GSTയിൽ ആഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഫോർമാലിറ്റീസ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. ഇതിനായിട്ട് ബിസിനസ് ബസിൻ്റെ സർവീസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിനായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. MCF വഴി നിങ്ങൾക്ക് എൻറ്റയർ ഫുൾഫിൽമെൻറ്റ് പ്രോസസ്സ്, അതായത് നിങ്ങളുടെ ഓർഡർ ഫുൾഫിൽമെൻറ്റിൻ്റെ എൻറ്റയർ പ്രോസസ്സ് നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് പല APIസും ഇവർ അവൈലബിൾ ആക്കുന്നുണ്ട്. നിങ്ങളുടെ അവൈലബിൾ ഇൻവെൻട്രി കാണാനുള്ള API ഉണ്ട്, നിങ്ങളുടെ കാർട്ട് ബിൽഡ് ചെയ്യാൻ, അതുപോലെ ഓർഡർ ഫുൾഫിൽമെൻറ്റിനുള്ളത്, ഓർഡർ സമ്മറി കാണാനായിട്ടുള്ളത്, റിയൽ ടൈം ട്രാക്കിംഗ് നൽകുന്ന രീതിയിലുള്ള APIs ഉണ്ട്, നിങ്ങളുടെ ഓർഡർ മാനേജ്മെൻറ്റിനുള്ളതുണ്ട്, ഇൻവോയ്സ് ബൾക്കായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ളതുണ്ട്. അപ്പോൾ ഇങ്ങനെ പല APIസും ഇവർ സെല്ലേഴ്സിന് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഈ ഒരു MCFൽ സൈനപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് നിങ്ങൾക്കൊരു ആമസോൺ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം FBA പ്രോഗ്രാമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു ആക്റ്റീവ് FBA ലിസ്റ്റിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇൻവെൻട്രി വെച്ചിട്ട് ഇൻവെൻട്രി സ്റ്റോക്ക് കാണിച്ചതിന് ശേഷം ഒരു ആക്റ്റീവായിട്ടുള്ളൊരു FBA ലിസ്റ്റിംഗ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള കണക്ഷൻസൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിലെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു FBA സെല്ലറാണ് ആമസോണിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MCFന് വേണ്ടി സൈനപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ബാക്കി സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതിയാവും.
കസ്റ്റമർ സപ്പോർട്ട് മാത്രം ആമസോൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ തന്നെ സെയിൽസ് ചാനൽസിൽ സെയിൽസ് ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് കസ്റ്റമേഴ്സിൻ്റെ ക്വറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓർഡേഴ്സ് മാത്രമാണ് ഈ ഒരു പ്രോഗ്രാം വഴി ഫുൾഫിൽ ആവുന്നത്. അപ്പോൾ ഒരു ഓർഡർ കിട്ടി, അത് ഡെലിവർ ആവുന്ന സമയത്ത് കസ്റ്റമർ അത് റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആമസോൺ തന്നെ ആ ഒരു ഐറ്റം FC ഫുൾ ഇൻവെൻട്രിയിലേക്ക്, അതായത് ഫുൾഫിൽമെൻറ്റ് ചാനൽ ഇൻവെൻട്രിയിലേക്ക് വീണ്ടും അത് കയറ്റും. പക്ഷെ ഒരു ഓർഡർ ഡെലിവർ ആയതിന് ശേഷമാണ് കസ്റ്റമർ റിട്ടേൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഡറിൻ്റെ റിട്ടേൺ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ തന്നെ പിന്നീട് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹെവി ആൻഡ് ബൾക്കി ആയിട്ടുള്ള ഐറ്റംസ് ഒഴികെയുള്ള എല്ലാ പ്രൊഡക്ട്സിനും ഈ ഒരു MCF സർവീസ് അവൈലബിൾ ആണ്. വലിയ സോഫ സെറ്റോ അങ്ങനെയൊക്കെയുള്ള ഹെവി ആൻഡ് ബൾക്കി ആയിട്ടുള്ള ഐറ്റംസിന് മാത്രമാണ് MCF സർവീസസ് അവൈലബിൾ അല്ലാത്തത്. അപ്പോൾ നിങ്ങൾക്ക് സൈസിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഈ ക്ലാസിഫിക്കേഷൻസ് ഗോ ത്രൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു MCFൻ്റെ പേജ് റെഫർ ചെയ്താൽ മതിയാവും. ആമസോൺ MCF വഴി ഒരു ഓർഡർ ഫുൾഫിൽ ആവുമ്പോൾ കസ്റ്റമറിനും അതുപോലെ നിങ്ങൾക്കും ആമസോൺ ഇമെയിൽ അയക്കും. അത് ട്രാക്ക് ചെയ്യാനുള്ള ലിങ്കും അതുപോലെ ട്രാക്കിംഗ് ID എത്രയാണെന്നുള്ളത് കാണിച്ചിട്ടും. അപ്പോൾ നിങ്ങൾക്കത് റിയൽ ടൈം ട്രാക്ക് ചെയ്യാവുന്നതാണ് ഓട്ടോമേറ്റഡ് API ഇൻറ്റഗ്രേഷൻസ് ഉപയോഗിച്ചിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് ആമസോൺ സെല്ലർ സെൻട്രൽ റിപ്പോർട്ട്സിലൂടെയും നിങ്ങൾക്കത് ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഇനി എന്തൊക്കെ ഫീസാണ് MCFൽ വരുന്നത് എന്നുള്ളത് നോക്കാം. ഒരു ഐറ്റം MCF ത്രൂ ഷിപ്പ് ആവുന്ന സമയത്ത് ആ ഒരു ഐറ്റത്തിൻ്റെ വെയിറ്റ് എത്രയാണ് എന്നുള്ളതിൻ്റെ ബേസിസിലും അതുപോലെ എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് ആ ഒരു ഓർഡറിൽ ഷിപ്പ് ആവുന്നത് എന്നുള്ളതിൻ്റെ ബേസിസിലും ഫുൾഫിൽമെൻറ്റ് സെൻറ്ററും കസ്റ്റമറുടെ ഡെലിവറി അഡ്രസ്സും തമ്മിലുള്ള ദൂരത്തിൻ്റെ ബേസിസിലുമാണ് നിങ്ങളെ ചാർജ് ചെയ്യുന്നത്. പോരാതെ കറൻറ്റ് FBA റേറ്റ്സ് പ്രകാരം നോൺ ട്രാൻസാക്ഷണൽ ഫീസ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫീ, മന്ത്ലി സ്റ്റോറേജ് ഫീ, ലോങ് ടേം സ്റ്റോറേജ് ഫീ, റിമൂവൽ ഫീസ്, ഇതൊക്കെ FBA റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫീസുകളാണ്. അപ്പോൾ അതും അപ്ലിക്കബിൾ ആയിട്ട് വരും. ഓർഡർ ഫുൾഫിൽ ആവുന്നതിന് മുമ്പ് അത് ലോസ്റ്റ് ആയെന്നുണ്ടെങ്കിൽ MCF നിങ്ങളുടെ ക്യാഷ് റീംബേഴ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് പ്രോമിസ്ഡ് ഡെലിവറി ഡേറ്റിൻ്റെ അത് കഴിഞ്ഞിട്ട് പ്രോമിസ്ഡ് ഡെലിവറി ഡേറ്റ് കഴിഞ്ഞ ഒരു 14 ഡേയ്സിൻ്റെ ശേഷം നിങ്ങൾക്ക് ഒരു ക്ലെയിം SPS ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആമസോൺ FCFനെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ ഒരു ഐഡിയ. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. കുറേ പേര് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആമസോണിൽ മാത്രമല്ല ഓൺലൈനായിട്ട് മറ്റ് പ്ലാറ്റ്ഫോംസിൽ കൂടെ സെല് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സെല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരൊറ്റ പ്ലേസിൽ മാത്രം ഇൻവെൻട്രി സ്റ്റോക്ക് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ആമസോൺ മാനേജ് ചെയ്യുന്ന രീതിയിൽ ഫ്രീ ആയിട്ട് ബിസിനസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് MCF എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്.